ഹായ് വേഴ്സ് വെൽക്കം ടു A1 Interiors. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ തിരുവട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇത് വുഡിൽ ചെയ്ത അതേ പെർഫെക്ഷനാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. സോ ഇത് വുഡല്ല, UPVC ആണ്. CNC കട്ടിങ് ചെയ്തിട്ട് ഇതുപോലെ ബെല്ല് വെച്ച് കൊടുത്ത്, അതല്ലാതെ പീകോക്ക് ഹാൻഡിലാണ്. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമർ വന്ന് കസ്റ്റമൈസ് ചെയ്താണ്. കട്ട്ലറി, അതുപോലെ തന്നെ പ്ലേറ്റ്സ് വെക്കാനും, അതുപോലെ തന്നെ ഇതുപോലെ പ്ലെയിൻ ബാസ്ക്കറ്റും ഇതെല്ലാം നമ്മൾ സ്റ്റീലിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. SS നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വൈറ്റും ബ്ലാക്കും വരുന്ന ഗ്രാനൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇവിടെ സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഈ ഭാഗത്തും ക്ലിയർ ആയിട്ട് അവർക്ക് ഒരു യൂണിറ്റ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ വീട്ടിലും ഇതുപോലെയൊക്കെ വർക്ക് ചെയ്തെടുക്കണമെന്നല്ല. സോ അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും A1 Interiors കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും, മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. ഹായ് വേഴ്സ് വെൽക്കം ടു A1 Interiors. ഇന്ന് നമ്മളുള്ളത് ചെന്നൈയിൽ തിരുവട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടും UPVC വർക്ക് ചെയ്തെടുത്ത ഒരു വീട്ടിലെ കംപ്ലീറ്റ് ഇൻറ്റീരിയറാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പിന്നിലുള്ള ഈ വീട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ എന്തെല്ലാം വർക്കുകളാണ് അകത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. UPVC വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ വീഡിയോ കണ്ടോളൂ. ഒരു ചെറിയ വീടാണെങ്കിൽ പോലും അവിടെ എത്രമാത്രം സ്പേസ് ഉപയോഗിച്ച് എത്രമാത്രം നീറ്റായി നമ്മൾ വർക്ക് ചെയ്യാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാം. അങ്ങനെയുള്ളൊരു സൈറ്റാണിത്. സോ വരും നമുക്കിപ്പോൾ വീട്ടിനകത്ത് നോക്കിട്ട് കമോ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ഈ വീട്ടിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഒരു TV യൂണിറ്റാണ്. വളരെ മനോഹരമായ രീതിയിൽ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് UPVC തന്നെയാണോ ചെയ്തിട്ടുള്ളത്? കാരണം ലുക്ക് ലൈക്ക് കാണാൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ വുഡിൽ വർക്ക് ചെയ്തെടുത്ത പോലെയുള്ള ഒരു രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് വുഡിൽ ചെയ്ത അതേ പെർഫെക്ഷനാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. സോ ഇത് വുഡല്ല, UPVC ആണ്. നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നു തോന്നുന്നു. സോ ഇവിടെ വളരെ ചെറിയ പരിമിതമായ ഒരു സ്ഥലമായതുകൊണ്ടും ചെറിയൊരു വീടായതുകൊണ്ടും ഇവർ നമ്മളോട് ഞങ്ങൾക്കൊരു TV യൂണിറ്റും ഒരു പൂജ യൂണിറ്റും എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലേസ് നമ്മളിവിടെ കണ്ടെത്തി. ഈ ഭാഗത്തൊരു TV യൂണിറ്റും അതിനൊപ്പം ചേർന്ന് തന്നെ ഇവിടെ ഒരു പൂജ യൂണിറ്റും നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും വേറെ എവിടെയും നമുക്ക് സ്ഥലം മുടങ്ങിക്കിടക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഹോള് അതേ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തു. സോ ഇനി ഞാൻ ഇത് പറഞ്ഞത് നോക്കൂ. ബാക്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂട്ടഡ് പാനലാണ് വർക്ക് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലൂട്ടഡ് പാനൽ, ടോപ്പ് ടു ബോട്ടം നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ പ്ലേസ് ചെയ്തിട്ട് ചുമരിൽ പതിച്ചിട്ട് മേലെ ടോപ്പിൽ ഇതുപോലെ നമ്മളൊരു ബോക്സ് കൊടുത്തിരിക്കുകയാണ്. ഈ ബോക്സിൽ നമ്മൾ സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, TV യൂണിറ്റിനൊരു ഭംഗി വരുത്താനായിട്ടുള്ള ചില പണികളാണതൊക്കെ. സോ നമ്മളൊരു ബോക്സ് മേലെ കൊടുത്തിട്ട് അതിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തു. അതിന് താഴെയായിട്ട് TV പ്രൊജക്ഷന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ UPVC തന്നെ വർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഷീറ്റാണത്. സോ അതിൻ്റെ പിന്നിലും നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നിലും നമ്മൾ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുമാത്രമല്ലാതെ ഈ TV യൂണിറ്റിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗോൾഡൻ സ്ട്രിപ്പ് ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് കുറച്ച് ഗ്ലോസി ലുക്കായിട്ട് കാണാൻ കഴിയും. അതെല്ലാം കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ റാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഫ്ലവർ വേസും മറ്റൊക്കെ വെക്കാനായിട്ട് ഈ ഭാഗത്ത് ജസ്റ്റ് ഒരു ബോക്സ് ഒന്നുമില്ലാതെ ഒരു പാർട്ടീഷൻ ചെയ്ത് തരണം, ഷെൽഫ് ചെയ്ത് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളത് വളരെ വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ വുഡിൽ വർക്ക് ചെയ്തെടുത്ത പോലെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും ബലം ഉണ്ടാവുമെന്ന് തോന്നും. നോക്കിക്കോളും, അത്രയും സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ബലം ഉണ്ടാവുമോ, ഇതിന് അങ്ങനെ ഒരു ആലോചന വേണ്ട. കാരണം UPVC ബെസ്റ്റ് ചോയ്സ് ആണ്. കാരണം ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം ലാഭിക്കാം. ഫ്യൂച്ചറിൽ വേറെ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മതി. അതുമല്ലാതെ ഇതിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചുമരിലൊക്കെ നമ്മളിങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ
ഈർപ്പം വരുന്നത് കൊണ്ട് നമുക്ക് വുഡാണെങ്കിൽ മേ ബി പണി തരാൻ ചാൻസ് ഉണ്ട്, അത് ബൾജ് ആവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും ഡസ്റ്റ് പോലെ വരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ UPVC സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും വരുന്നതല്ല, ധൈര്യമായിട്ട് ചെയ്യാം. വുഡിന് കൊടുക്കുന്ന കാശിൻ്റെ പകുതി പോലും ആവില്ല, അത്രയും നിങ്ങൾക്ക് സേവിങ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ താഴെയുള്ള ബോക്സിലോട്ട് വരാം. സോ ഈ ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ UPVCയിൽ വർക്ക് ചെയ്ത ബോക്സാണ്. ഇവിടെ നമ്മൾ കളർ ചൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റും വുഡൻ കളറും. ഓക്കെ, വൈറ്റ് പ്ലസ് വുഡൻ കളറിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. മേലെ നോക്കിക്കഴിഞ്ഞാൽ വുഡൻ കളറും ഈ ഡോർസ് കംപ്ലീറ്റ് വരുന്നത് വൈറ്റിലുമാണ്. നോക്കിയോളൂ, അകത്ത് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അകത്ത് കംപ്ലീറ്റ് ബോട്ടം വരയ്ക്കാൻ നമ്മൾ ഫ്ലൂട്ടഡ് പാനൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ചുമരിൽ. അതിന് പുറമെ നമ്മൾ ഈ ബോക്സ് ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലൊരു പാർട്ടീഷൻ കൊടുത്ത് മാഗ്നറ്റാണ് നിങ്ങൾക്ക് വരിക. ഇതൊന്ന് കാണിച്ചു കൊടുത്തോളൂ, മാഗ്നറ്റാണ് UPVCയിൽ ചെയ്യുമ്പോൾ വരിക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഹിഞ്ചസ് ആണ് നിങ്ങൾക്ക് അകത്ത് വരിക, വലിയ ഹിഞ്ചസ്, ടോപ്പ് ടു ബോട്ടം വരെയും ഹിഞ്ചസ് വയ്ക്കും നമ്മൾ. അതിന് അപ്പുറത്തായിട്ട് 2 ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ സെറ്റർ ബോക്സ് ഒക്കെ മേ ബി വെക്കുകയാണെങ്കിൽ ഇത് റിമോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്ലാസ്സിൽ അവർക്ക് ഡോർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ UPVCയിലെ ഫ്രെയിം ഉപയോഗിച്ച് ഗ്ലാസ് ആണ് അതിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് തൊട്ടും നമ്മൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഡോർ വെച്ച് അകത്ത് ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഭാഗത്തോട്ട് വരുമ്പോൾ, അപ്പോൾ നമ്മൾ TV യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിൽ നോക്കാം, ഗോപുരമൊക്കെ വെച്ചിട്ട് അതിനെ വളരെ വൃത്തിയായിട്ട് അതിനെ വളരെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് ഒരു പൂജ യൂണിറ്റ്. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് UPVCയിൽ വർക്ക് ചെയ്തെടുത്തതാണ്. ഇതിനകത്ത് നോക്കിക്കോളൂ, ഓൾറെഡി അവരിവിടെ സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഇതുപോലെ ആക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ബോക്സ് ചെയ്തിട്ടില്ല, അതിൽ CNC കട്ടിങ് ചെയ്തിട്ട് ഇതുപോലെ ബെല്ല് വെച്ച് കൊടുത്ത്, അതല്ലാതെ പീകോക്ക് ഹാൻഡിലാണ്. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമർ വന്ന് കസ്റ്റമൈസ് ചെയ്താണ്. ഇതുപോലെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിലും വലിയ മികച്ച രീതിയിൽ തന്നെ നമ്മളത് ചെയ്തു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഭാഗത്തും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു അകത്ത് പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ഡോർ ഇട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കാം. ഇത് കംപ്ലീറ്റും ഫ്ലൂട്ടഡ് പാനലും അതുപോലെ തന്നെ UPVC ഉപയോഗിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ഭംഗിയാക്കിയിട്ട് നമ്മളൊരു ചെയ്ത വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും സംശയം ഉണ്ടാവും എപ്പോഴും ഇത് UPVC തന്നെയാണോ എന്ന്. ഡൗട്ട് വേണ്ട, ഇത് കംപ്ലീറ്റ്ലി UPVCയിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്, പ്ലസ് ഒരു പൂജ യൂണിറ്റും. കഴിഞ്ഞില്ല, നമ്മളിനി നേരെ കിച്ചണിലോട്ട് പോകാം. ഒരു ചെറിയ കിച്ചണൊക്കെ വെച്ചിട്ട് ഇതിലിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആലോചിക്കേണ്ട, ചെറിയ കിച്ചണിലും നമുക്ക് ഇതുപോലെ മാക്സിമം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഞാൻ താഴെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു L ടൈപ്പ് എന്ന് പറയാം, ബട്ട് ചെറിയൊരു U കട്ട് ഉണ്ട്. സോ ഒരു L ടൈപ്പ് കിച്ചണാണെന്ന് നമുക്കിതിനെ പറയാം. ഓക്കെ, സോ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളൂ, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മളൊരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സിങ്ക് ഏരിയ ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ല. ചെയ്യാം, പക്ഷേ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു ഒന്നും വേണ്ട, ഇതുപോലൊരു വെന്റിലേഷൻ ഇട്ട് തന്നാൽ മതി. വെന്റിലേഷൻ മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വുഡൻ കളറാണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. വുഡൻ കളറിൽ UPVCയിൽ ചെയ്ത് കൊടുത്തിട്ട് ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മളിവിടെ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു സിലിണ്ടർ വെക്കുന്ന സ്പേസ് ആണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഡോർ ഇട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിന് ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഇവിടെ നമ്മളൊരു ഡോർ ഇട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, വലിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനായിട്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഇതുപോലെ കട്ട്ലറി, അതുപോലെ തന്നെ പ്ലേറ്റ്സ് വെക്കാനും, അതുപോലെ തന്നെ ഇതുപോലെ പ്ലെയിൻ ബാസ്ക്കറ്റും ഇതെല്ലാം നമ്മൾ സ്റ്റീലിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. SS നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ബാസ്ക്കറ്റ് എല്ലാം ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സിംഗിൾ കളറാണ് ക്ലയൻറ്റ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്, എല്ലാം വുഡൻ കളറിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് നമ്മൾ അവർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലയൻറ്റ് തന്നെയാണ് പറഞ്ഞത് ഇതുപോലെയുള്ള ഗ്ലാസ് മതി ഇവിടെ, എങ്കിലാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും സാധനങ്ങൾ എടുക്കാനും അത് അറിയാനും ഒക്കെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് UPVCയിൽ വർക്ക് ചെയ്തെടുത്തുള്ള ഒരു വാൾ ബോക്സ് ആണിത്. ഈ സൈഡും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും നിങ്ങൾക്ക് മാഗ്നറ്റാണ് വരിക UPVCയിൽ വർക്ക് ചെയ്യുമ്പോൾ.
ഇതിലിപ്പോൾ നമ്മൾ മാഗ്നറ്റ് അല്ലാതെ ഓട്ടോ ക്ലോസസ് വെച്ച് ഇഞ്ചസ് വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ക്ലോസിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. സോ ചെറിയ രീതിയിലുള്ള സ്ക്വയർ ഫീറ്റിൽ ചെറിയ രീതിയിലുള്ള ചേഞ്ചുകൾ മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ വലിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. നിങ്ങൾക്ക് അതിലും നിങ്ങൾക്ക് 15 years വാറണ്ടി കിട്ടും. ഇതിന് താഴെയായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസ്, അതായത് സ്പേസ് റാക്കായിട്ട് നമ്മളിതിനെ പറയും. നമുക്ക് സ്പേസസ് ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന റാക്കാണ്. പെട്ടെന്ന് എടുത്ത് നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് ഇടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്കിവിടെ ഭംഗിയായിട്ട് അടുക്കി വെക്കാവുന്നതാണ്. സോ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കിച്ചണിൽ ഇതിവിടെ ഓൾറെഡി അവർ സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കും. അതും ഇതുപോലെ തന്നെ ആ ഭാഗത്ത് ബോക്സിൽ നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുത്ത പോലെ ഇവിടെ നമ്മൾ ഗ്ലാസ് ആണ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് താഴെയും ജസ്റ്റ് ക്ലോസിങ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കോളൂ. ഒരു ചെറിയ കിച്ചണിൽ ഇത്രയും അധികമൊക്കെ ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ധൈര്യമായിട്ട് ഒരു ചെറിയ കിച്ചണാണെങ്കിൽ പോലും ധൈര്യമായിട്ട് തന്നോളൂ. A1 ഇൻറ്റീരിയേഴ്സ് അതിനെ വളരെ ഭംഗിയാക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ലോഫ്റ്റും കണ്ടു. ഇവിടെ ഒരു ലോഫ്റ്റ് നമ്മൾ ജസ്റ്റ് മേലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ TV യൂണിറ്റും പൂജ യൂണിറ്റും ഈ ഭാഗത്തുള്ള കിച്ചണും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനി 2 റൂം കാണാനുണ്ട്. അതിൽ ആദ്യത്തെ റൂമിലോട്ട് വരും. ഈ വീട്ടിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് ബെഡ്റൂം ഇതും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും UPVC വർക്ക് ചെയ്തെടുത്ത ഒരു വാർഡ്രോപ്പാണ്, പ്ലസ് ലോഫ്റ്റും ഉണ്ട്. ഈ വാർഡ്രോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സൂപ്പർ ഹെവിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വാർഡ്രോപ്പും നമ്മൾ സൂപ്പർ ഹെവിയിലാണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ഹാൻഡിലാണ് നമ്മളിവിടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ഗ്രാനൈറ്റ് കളറാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റിൽ വരുന്ന ഗ്രാനൈറ്റ് കളറും അതുപോലെ തന്നെ ബ്ലാക്കിൽ വരുന്ന ഗ്രാനൈറ്റ് കളറുമാണ് അവരിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാർട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ അവർക്ക് നമ്മളോട് ക്ലയൻറ്റ് ആവശ്യപ്പെട്ടത് ഒരു വർക്കിംഗ് സ്പേസ് ആണ് ആവശ്യപ്പെട്ടത്. വർക്കിങ്ങിനായിട്ട് നമുക്ക് ഇരുന്ന് പണിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ കമ്പ്യൂട്ടർ വെച്ചിട്ട് അതിന് ഇതുപോലെ കീബോർഡൊക്കെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അവർ ചോദിച്ചു. അത് നമ്മൾ വളരെ വൃത്തിയായിട്ട് തന്നെ ഈ 2 കളർ കോമ്പോയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ബുക്ക് ഷെൽഫ്, ഇതുപോലെ ഒരു ബുക്ക് ഷെൽഫ് നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഭാഗം ഫിനിഷായി. ഇനി ഈ ഭാഗത്തോട്ട് നമ്മൾ വരുന്ന സമയത്ത് 3 ഡോറുള്ള ഒരു വാർഡ്രോപ്പാണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഇതിൽ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾ കാണാം അല്ലേ, ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ എല്ലാത്തിലും എക്സ്ട്രാ വർക്ക് ഷെൽഫുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ നമ്മൾ ക്ലയൻറ്റ് ഓൾറെഡി സിവിലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ സ്പേസ് ഇത് പോരാ, എനിക്ക് ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ വെക്കാനുണ്ട് എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടതുകൊണ്ട് നമ്മളവർക്ക് ഇതുപോലെ എക്സ്ട്രാ ഒരു ഡോറും കൂടി വരുന്ന ഒരു യൂണിറ്റ് നമ്മളിവിടെ അവർക്ക് ഇതിന് ഒപ്പം തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല ഇവിടെ സിവിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഈ ഭാഗത്തും ക്ലിയർ ആയിട്ട് അവർക്ക് ഒരു യൂണിറ്റ് ചെയ്തു കൊടുത്തു. ഇപ്പോൾ അവർക്കൊരു 3 ഡോർ വാർഡ്രോപ്പായി. സോ വളരെ ഹെൽപ്പായിട്ടുണ്ടാവും അവർക്ക്. സോ ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ലോഫ്റ്റ് കവർ ചെയ്തിരിക്കുകയാണ്. ലോഫ്റ്റ് നമ്മൾ അതേ കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കളറിൽ ചേഞ്ച് ആയിട്ടില്ല. വൈറ്റും ബ്ലാക്കും ഗ്രാനൈറ്റ് മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ഹെവി UPVC നമ്മളിത് ചെയ്തിട്ടുള്ളത്. സോ ഈ ബെഡ്റൂം നമ്മൾ കണ്ടു. ഇവിടെ ഒരു മിററും നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാണാം. സോ ഈ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ബെഡ്റൂം 2 ഓക്കെ അതുകൂടി കാണാൻ വരും. കണ്ടോളൂ, ബെഡ്റൂം 2 ഇതാണ്. റൂം നമ്പർ 2 ആണ് ഈ ഹൗസിൽ. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ്. മേലെ ഒരു ലോഫ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാർഡ്രോപ്പും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ സെയിം ആ ഭാഗത്ത് ആ റൂമിൽ കണ്ട അതേ കളർ തന്നെയാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റും ബ്ലാക്കും വരുന്ന ഗ്രാനൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ബ്ലാക്ക് ഹാൻഡിലാണ് നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ എന്തെന്ന് പറഞ്ഞാൽ ഓൾറെഡി ക്ലയൻറ്റ് വന്നിട്ട് ഇതുപോലെ സിവിൽ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ക്ലോസ് മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ലോഫ്റ്റ് നമ്മൾ ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ ഈ വീട്ടിലെ 2 ബെഡ്റൂം നമ്മൾ കണ്ടു. ആ ഫസ്റ്റ് ബെഡ്റൂം കണ്ടു, സെക്കൻഡ് ബെഡ്റൂം കണ്ടു. അതല്ലാതെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള TV യൂണിറ്റ് പ്ലസ് ഒരു പൂജ യൂണിറ്റ്, അതല്ലാതെ ഒരു കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വുഡിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റാണോ UPVC എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം വുഡിനേക്കാളും
എത്രയോ മടങ്ങ് വളരെ വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതും, അതുമാത്രമല്ല വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്, അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഒരു 10 വർഷത്തിന് ശേഷം ഇത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. 15 വർഷം നമ്മളിതിന് വാറണ്ടി തരുന്നുണ്ട്. സോ ഈ 15 വർഷം വാറണ്ടി തരുന്നത് തന്നെ നമുക്കിതിനോടുള്ള വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് UPVCയിലോട്ട് മാറുക. കാരണം ഒരുപാട് ക്ലയൻറ്റ് നമ്മളോട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് നമ്മൾ തന്നെ വുഡിൽ ചെയ്ത ഒരുപാട് കിച്ചൺ പൊളിച്ചു മാറ്റി അത് UPVCയിലും അലുമിനിയത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ വീണ്ടും പറയാണ്, ധൈര്യമായിട്ട് UPVCയിൽ ചെയ്തോളൂ. ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക്. ഇതിൽ അത്രമാത്രം കളേഴ്സ് ഉണ്ട്. അതുമാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കംപ്ലീറ്റ് ആയിട്ടും വുഡിൽ ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എല്ലാവരും UPVC അല്ലെങ്കിൽ അലുമിനിയം, ഈ 2 ചോയ്സിലേക്ക് മാറിക്കോളൂ. കാരണം ഫ്യൂച്ചർ ഇനി ഇവിടെയാണുള്ളത്. സോ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ വീട്ടിലും ഇതുപോലെയൊക്കെ വർക്ക് ചെയ്തെടുക്കണമെന്നല്ലോ. സോ അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും A1 Interiors കോൺടാക്ട് ചെയ്യുക. താഴെ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ടാവും, മാനേജേഴ്സിൻ്റെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണോ ആവശ്യം, എന്തെല്ലാം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാണോ, ജസ്റ്റ് എൻക്വയറിക്കാണോ, കുഴപ്പമില്ല, നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് എന്തെല്ലാമാണോ ആവശ്യം അതെല്ലാം അവരോട് ചോദിക്കുക. അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. മറക്കാതെ നിങ്ങൾ A1 Interiors യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പർ മറക്കാതെ നോട്ട് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ബൈ.